ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഒരാളെ കാണുന്നില്ല. മഹാനായ സയ്യിദുന അബൂബക്കർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിക്കുകയാണ്, അദ്ദേഹത്തെ എന്തുകൊണ്ട് കാണുന്നില്ല? കള്ളു കുടിച്ച് വീണിരിക്കുന്നു എന്നാണ് മറുപടി കിട്ടുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പടച്ച റബ്ബിന്റെ ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആ കള്ളു കുടിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരന് കത്തയക്കുകയാണ്, കത്ത് കൊടുത്തയക്കുകയാണ്. സുബ്ഹാനല്ലാഹ് ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബ്. അതാ കള്ളിന്റെ പിന്നാലെ, കഞ്ചാവിന്റെ പിന്നാലെ, വട്ടിയുടെ പലിശയുടെ പിന്നാലെ, ഓ ചെറുപ്പക്കാരാ, പടച്ചറപ്പ് തന്ന നാവ് കൊണ്ട് നിന്റെ കയ്യിൽ അള്ള തന്ന ടെലിഫോണിൽ അന്യ പെണ്ണിനെ വിളിച്ച് അതാ ഉല്ലസിച്ച് രസിച്ച് സംസാരിച്ച് നേരം കളയുന്ന ചെറുപ്പക്കാരാ, അതേ അന്യ പുരുഷന്മാരുമായി സല്ലപിച്ചുകൊണ്ട് ചാറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെ, ചെയ്തു പോയ തെറ്റിന് അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് അത് പൊറുപ്പിക്കുന്നില്ലെങ്കിൽ ശദീദിൽ ഇഖാബ്, വല്ലാത്ത കടുത്ത ശിക്ഷ ശിക്ഷിക്കുന്ന രാജാവാണ് അല്ലാഹ്. ചോദിക്കട്ടെ, ആ റബ്ബിന്റെ ശിക്ഷ ഒരു സെക്കൻഡ് സ്വപ്നത്തിൽ തടകിക്കൊടുത്ത് രോഗം മാറിപ്പോയ ഇമാം ബൂസിരി തങ്ങളുടേതല്ലേ ബുർദ? ആ ഇമാം ബൂസിരി തങ്ങൾ പേടിച്ച് വിറച്ചു ചൊല്ലിയത് കണ്ടില്ലേ? യാ അക്റബൽ ഖൽഖിമാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദഹുലു ലിൽ حديث اللبيب ولي ضيق رسول الله جاهك بذا الكريم تعالى باسمي منتقبي. സ്വന്തത്തിൽ ധൈര്യമില്ല, സ്വന്തത്തിൽ പേടിച്ചു വറക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ വിളിച്ച് സങ്കടം പറയാൻ അല്ലാഹു തആല നടപടി സ്വീകരിക്കുന്ന ദിവസം, അവനതാ നടപടി സ്വീകരിക്കുന്നവനെന്ന അവന്റെ ഗുണവിശേഷണം ശരിക്കും പ്രകടമാക്കുന്ന കണക്ക് ചോദിക്കുന്ന ദിവസം. യാ അക്റമൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും കരീമായ നബിയേ, ഞങ്ങൾക്ക് വിജയത്തിന് മാനദണ്ഡവും ഞങ്ങൾക്ക് അഭയവും തങ്ങൾ മാത്രമാണ് നബിയേ. തങ്ങളെ ഉമ്മത്തുകളെന്ന നിലക്ക് അവിടുത്തെ സഹായം കൊണ്ടും ശഫാഅത്ത് കൊണ്ടുമുള്ള രക്ഷയല്ലാതെ രക്ഷയ്ക്ക് വഴിയില്ല നബിയേ. ഔലിയാക്കളും മാരിഫീകളും സാലിഹീകളും ആ കോടതി ഓർമ്മിച്ച് പൊട്ടി പൊട്ടി കരയുകയാണ് സുഹൃത്തുക്കളെ. ആ ലോകത്ത് യജമാനായ റബ്ബിലൂടെ എന്ത് പറയും? ധാരാളം ഐറ്റം ചായകൾ അല്ലാഹു തന്നു, ധാരാളം ഐറ്റം കോഫികൾ അല്ലാഹു തന്നു, ധാരാളം ഐറ്റം ജ്യൂസുകൾ അല്ലാഹു തന്നു, ധാരാളം ഇളനീര് തന്നു, എത്രയോ പാലുകൾ തന്നു, എത്രയോ തേനുകൾ തന്നു. എല്ലാം തന്ന രാജാവ് നല്ല രുചിയുള്ള ഭക്ഷണം തന്നു, ആരോഗ്യം തന്നു, കഴിക്കാനുള്ള വായ തന്നു. ആ വായ തന്നെ മൃഗങ്ങളെപ്പോലെ നിലത്ത് വെച്ച് കുത്തി വലിച്ചഴച്ച് തിന്നണ്ട. മനുഷ്യനെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു. വായ പൊക്കിപ്പിടിച്ച് അന്തസ്സോടെ തിന്നാം, നിലത്തിട്ട് വലിക്കണ്ട. മൃഗങ്ങൾ നിലത്തിട്ട് വായ വലിച്ചുകൊണ്ടാണ് പുല്ല് തിന്നുന്നത്, അതുപോലെ തിന്നണ്ട. നല്ല അന്തസ്സോടെ
ആ വായയിൽ വായ പറ്റിപ്പോകാതിരിക്കാൻ ഉമിനീര് തന്നു. അതാ കടിക്കാൻ പല്ല് തന്നു, ചവക്കാൻ പല്ല് തന്നു, അരക്കാൻ പല്ല് തന്നു. ആ സമയത്ത് ആവശ്യത്തിന് വെള്ളം കിട്ടാൻ ഉമിനീര് തന്നു. അത് ആമാശയത്തിലേക്ക് ഇറക്കി കൊണ്ടുപോകാൻ ചെറുകുടലും വൻകുടലും ഒക്കെ തന്നു. ആ ഭക്ഷണം ദഹിപ്പിച്ചു തന്നു. കുടിച്ച വെള്ളം കടുത്ത ശിക്ഷ ശിക്ഷിക്കുന്നവനാണ്. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, കാരണവന്മാരെ, ചോദിക്കട്ടെ, ഇവിടെ നിങ്ങളിങ്ങ് വന്നാൽ ഒരു മിനിറ്റ് സമയം ഒരൽപ്പം തീ കത്തിച്ചിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് പിടിക്കാൻ, കയ്യിലേക്ക് പിടിക്കാൻ, ശരീരത്തിലേക്ക് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ധൈര്യപ്പെടുമോ? ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമില്ലേ? ആ ജഹന്നമിൽ കടന്നിങ്ങനെ കാലം, എത്രയോ കാലം അവിടുന്ന് ഇങ്ങനെ അബൂജഹലിന്റെ ചലവും കുടിച്ച്, അതേ ഫിറഔനിന്റെ ശരീരത്തിൽ ഒലിക്കുന്ന നീരും കുടിച്ച് നരകത്തിൽ കഴിയാൻ പറ്റുമോ? അത് പറ്റില്ലെന്നാണ് ഉറപ്പിച്ച് വിശ്വസിച്ചതെങ്കിൽ ചോദിക്കട്ടെ, വലിച്ചെറിയണേ കള്ള്, വലിച്ചെറിയണേ മദ്യം, വലിച്ചെറിയണേ ബാറ്, വലിച്ചെറിയണേ ബീറ്, വലിച്ചെറിയണേ ലഹരി. അതേ തെറ്റുകൾ ഹറാമിൽ മാറി നിന്ന് ജീവിക്കണേ. അത് സൂചിപ്പിക്കുന്ന ആയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് കള്ള് കുടിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരന് ബോധം തെളിയുമ്പോൾ കൊടുക്കാൻ കൊടുത്തേച്ച കത്ത്, ആ കത്ത് ബോധം തെളിഞ്ഞ് വായിച്ച ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. എന്റെ റബ്ബേ, എന്റെ റബ്ബേ, നീ വല്ലാത്ത മഹാൻ. നിന്റെ ഖുർആനിൽ തീരങ്ങളത്ത് പഠിപ്പിച്ചതെന്താണ്? മനസ്സിന് കുളിർമ തരുന്ന വാക്ക്. തെറ്റ് ചെയ്താ മാപ്പ് കൊടുക്കുന്ന രാജാവ്. മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങിയാൽ സ്വീകരിക്കുന്ന രാജാവ്. റഹ്മത്തിന്റെ വാതിലിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന രാജാവല്ല. അതേസമയം തൗബക്ക് തയ്യാറില്ലെങ്കിൽ, ഖേദിച്ച് മടങ്ങാൻ തയ്യാറില്ലെങ്കിൽ, തെറ്റ് തിരുത്താൻ തയ്യാറില്ലെങ്കിൽ ശദീദുൽ ഇഖാബ്, കടുത്ത ശിക്ഷ ശിക്ഷിക്കുന്ന രാജാവ്. എനിക്ക് നിന്റെ ശിക്ഷ താങ്ങാൻ കഴിയൂല. ഞാൻ തൗബക്ക് സന്നദ്ധനാണ്. മാപ്പ് തരണമല്ലാ. തൗബ ചെയ്തു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സമീപത്തേക്ക് ചെറുപ്പക്കാരൻ ഓടിയെത്തിയില്ലേ? അത് തന്നെയാണ് ആത്മീയമായ സംശുദ്ധിക്ക്, ആത്മീയമായ പുരോഗതിക്ക്, മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ പണ്ഡിതന്മാർക്ക് ചെയ്യാനുള്ളത് ഖുർആനോദിയുള്ള വഅദാണ് കേട്ടോ. വൽമുഅ്മിനാത്ത് വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്. നമ്മൾ പരസ്പരം എതിരാളികളല്ല, ആരും എതിരാളികളല്ല. ഈമാനുള്ളവര് പരസ്പരം സഹായികളാണ്, പരസ്പരം സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളുടെ ബാധ്യത എന്താണ്? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നല്ല കാര്യം കൽപ്പിക്കലാണ്, ചീത്ത കാര്യം വിരോധിക്കലാണ്. സുബ്ഹാനല്ലാഹ്, ആഖിർ സമാനായി പോയി. ആലിമീങ്ങൾ നല്ലതാ പറയേണ്ടത്, മോശമായ കാര്യം വിരോധിക്കുകയാ വേണ്ടത്. പക്ഷേ അതേ ആഖിർ സമാനിന്റെ കാര്യമല്ലേ? പലപ്പോഴും ആലിമീങ്ങളെ സ്റ്റേജിൽ വെച്ച് തന്നെ ജനങ്ങളെ നന്നാക്കേണ്ട ആളുകൾ തന്നെ ജനങ്ങളോട് വേറൊരു ആലിമിന്റെ ഗീബത്ത് പറയുന്നു, വേറൊരു സയ്യിദിന്റെ ഗീബത്ത് പറയുന്നു, വേറൊരു വിഭാഗത്തിന്റെ കുറ്റം പറഞ്ഞ് ചീത്ത പറയുന്നു, തെറി പറയുന്നു, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നു.
പടച്ച റബ്ബിന്റെ അടുക്കൽ കൈകടിച്ചു പോകുന്നവരല്ലേ? റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നൊരവസ്ഥ വരാനില്ലേ? അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്ന ഈ ആശയം മുറുകെ പിടിച്ച് ജീവിക്കണേ മുസ്ലിമീങ്ങളെ. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നല്ല കാര്യം കൽപ്പിക്കുന്നു, ചീത്ത കാര്യം വിരോധിക്കുന്നു. വയുഖീമൂന സ്വലാഹ്, നിസ്കാരം മുറക്ക് നിർവഹിക്കുന്നു. വയുതൂന സകാത്ത്, സകാത്ത് ശരിക്കും കൊടുത്ത് വീട്ടുന്നു. വയുതീഊന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അത്തരം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല അവന്റെ കാരുണ്യം ചൊരിക്കുന്നു. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു ഇസ്സത്തുള്ളവനാണ്, ഹിക്മത്തുള്ളവനാണ്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നു. ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി നല്ല പുഴകൾ ഇങ്ങനെ ഒലിക്കുന്ന തോട്ടങ്ങൾ. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ ആ തോട്ടങ്ങളിൽ അവര് കാലകാലം താമസിക്കുന്നു. ഇവിടെ നീ എത്ര വലിയ മാളിക പണിതിട്ടെന്താണ്, ഏത് സ്ഥാപനം പണിതിട്ടെന്താണ്, നീ ഏത് ബിൽഡിംഗ് പണിതിട്ടെന്താണ്, ആ ബിൽഡിംഗും വിട്ട് നീ ഒരു ദിവസം യാത്ര പോകണ്ടേ? സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന് വന്ന പലരും സിറാജുൽ ഹുദയുടെ ബിൽഡിങ്ങുകളെ കുറിച്ച് നല്ലത് പറഞ്ഞു. അല്ലാഹു തആല അതിനെ സഹായിച്ചവർക്ക് സ്വർഗം കൊടുക്കട്ടെ. പക്ഷേ ചോദിക്കട്ടെ, ഈ പാവപ്പെട്ട ഞാനും നിങ്ങളുമൊക്കെ സർവ ബിൽഡിങ്ങുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഇറങ്ങിപ്പോകണ്ടേ? കാലകാലം താമസിക്കുന്ന റൂമുകളുണ്ടോ? കാലകാലം താമസിക്കുന്ന വീടുകളുണ്ടോ? ഇല്ലല്ലോ സുഹൃത്തുക്കളെ. കാലകാലം മുഅ്മിനീങ്ങൾക്ക് റബ്ബ് വെച്ചത്, മുത്തഖീകൾക്ക് റബ്ബ് വെച്ചത് സ്വർഗമല്ലേ? ഖാലിദീന ഫീഹാ വമസാകിന തയ്യിബ, പെയിന്റ് മാറ്റേണ്ടതില്ല, ഗ്രാനൈറ്റ് പൊട്ടുന്നില്ല, അതേ ബൾബുകൾ ഫീസടിച്ചു പോകുന്നില്ല, കരണ്ട് നഷ്ടപ്പെടുന്നില്ല, വിയർത്തൊലിക്കുന്നില്ല, തണുത്ത് വിറക്കുന്നില്ല. അവിടെ ജലദോഷമില്ല, കൊരയില്ല, ക്യാൻസറും ട്യൂബറുമില്ലെന്ന് മാത്രമല്ല, ഊരവേദനയില്ല, മുട്ടുവേദനയില്ല, തലവേദനയില്ല, അതേ കാത് കേൾവിക്കുറവില്ല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നില്ല, ആരോഗ്യം തകരുന്നില്ല, പ്രായം വർദ്ധിക്കുന്നില്ല. അവിടെ അതാ ശല്യം ചെയ്യുന്ന ഭർത്താക്കന്മാരില്ല, ശല്യം ചെയ്യുന്ന ഭാര്യമാരില്ല, അനുസരണക്കേടുള്ള മക്കളില്ല, അയൽവാസിയുടെ ദ്രോഹം പേടിക്കേണ്ടതില്ല, കുറ്റം പറയുന്ന ജനങ്ങളില്ല, ചീത്ത പറയുന്ന ജനങ്ങളില്ല, ആരുമില്ല. ഉള്ളതാരാണ്? സാലിഹീങ്ങളാണ്, ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്, അമ്പിയാക്കളാണ്, ഹബീബായ നബിതങ്ങൾ മാത നേതൃത്വമാണ്. അവിടെയുണ്ടല്ലോ ഒരു വീട്, ആ വീടല്ലേ സ്വർഗ വീട്, ആ വീടല്ലേ കാണേണ്ടത്, ആ വീടിന് വേണ്ടിയല്ലേ ജീവിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ സംസാരിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ വയത് സംഘടിപ്പിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ വയത് പറയേണ്ടത്, അതിനു വേണ്ടിയല്ലേ ദർസ് നടത്തേണ്ടത്, അതിനു വേണ്ടിയല്ലേ ഇൽമു പഠിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ അലിമീങ്ങളെ മജ്‌ലിസിൽ പോകേണ്ടത്, അതിനു വേണ്ടിയല്ലേ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത്, അതിനു വേണ്ടിയല്ലേ സ്ഥാപനങ്ങൾ നിർമ്മിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ റൂസ് നടത്തേണ്ടത്, അതിനു വേണ്ടിയല്ലേ കമ്മിറ്റിയിൽ പ്രവർത്തിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ ജീവിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ ജീവിതം നയിക്കേണ്ടത്. വമസാകിന
മസാകിന ത്വയ്യിബ, നല്ല വീടുകളാണ്. ഫീ ജന്നാതി അദിൻ, താമസത്തിന്റെ തോട്ടങ്ങൾ, എന്നെന്നും താമസിക്കുന്ന തോട്ടങ്ങൾ. എന്നാൽ അതിനേക്കാളൊക്കെ വലുതുണ്ട് കേട്ടോ, സ്വർഗത്തേക്കാൾ വലുതുണ്ട് കേട്ടോ, അതിനേക്കാൾ മഹത്വമുള്ളതുണ്ട് കേട്ടോ. ആത്മീയ ചിന്തയുള്ളവർ ആ വിഷയത്തിലാണ് അവരെ ചിന്ത, അവിടെയാണ് അവരെ മനസ്സ്, അവിടെയാണ് അവരെ ആഗ്രഹം, അവിടെയാണ് അവരെ രസം. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു ചെറിയ പൊരുത്തം, അത് വളരെ വലുതാണ് കേട്ടോ. പടച്ചവന്റെ പൊരുത്തം. ചോദിക്കട്ടെ, നമ്മൾ ആദരിക്കുന്ന ഒരു മഹാന്റെ വീട്ടിൽ പോയി, വീട്ടിൽ കസേര കിട്ടി, ഭക്ഷണം കിട്ടി, വെള്ളം കിട്ടി, എല്ലാം കിട്ടി. പക്ഷേ നാം ആ മഹാൻ തന്ന വീട്ടിൽ ചെല്ലുമ്പോ മഹാന്റെ പൊരുത്തം കിട്ടിയില്ലെങ്കിൽ, ആ മഹാന്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടെന്താണ്? ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവിന്റെ പൊരുത്തം, അതാണ് ഏറ്റവും വലുത്. വറിദ്വാനും മിനല്ലാഹി അക്ബർ, ذلك هو الفوز العظيم. അത് വലിയ വമ്പിച്ച വിജയമാണ്, ഗംഭീര വിജയമാണ്. ആ വിജയം നേടിയെടുക്കാൻ വേണ്ടിയാകണം നമ്മുടെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളുമെന്നും എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, ഞങ്ങൾക്ക് നീ ആത്മീയ ചിന്ത നൽകണം റഹ്മാനെ, ആത്മീയ പുരോഗതി നൽകണം റഹ്മാനെ. ഞങ്ങൾ വലിയ ഔലിയാക്കളാണ്, ശൈഖന്മാരാണ്, മഹാന്മാരാണെന്ന് മറ്റുള്ളവരെ മുമ്പിൽ വരുത്തി തീർത്ത് കുറെ ആള് കൈപിടിച്ച് ചുംബിക്കണം, കുറെ ആള് ബഹുമാനിച്ചു നിൽക്കണം, കുറെ ആള് ആദരിക്കണം എന്ന് ചിന്തിച്ച് നിന്റെ പൊരുത്തം ചിന്തിക്കാതെ ജനങ്ങളുടെ ബഹുമാനം കിട്ടണമെന്ന് ചിന്തിച്ച് ശരീഅത്തിന്റെ നിയമങ്ങൾ ജനങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന ധാരാളം വ്യാജ ശൈഖന്മാരുണ്ട്, വ്യാജ ത്വരീഖത്തുകാരുണ്ട്. അവരനുയായികളെ അവർ ആലിമീങ്ങളെ ചീത്ത പറയുന്നവരായി വളർത്തുന്നു, ആലിമീങ്ങളെ കുറ്റം പറയുന്നവരായി വളർത്തി. ആലിമീങ്ങളെ മാംസത്തിൽ നഞ്ഞുണ്ടെന്നല്ലേ നിന്റെ മഹാന്മാര് പഠിപ്പിച്ചത്? അങ്ങനെ വിഷം തീറ്റിച്ച് അനുയായികളെ നരകത്തിലേക്ക് എത്തിക്കുന്ന കുറെ വ്യാജ ശൈഖന്മാരുണ്ട്, കള്ളത്വരീഖത്തുകാരുണ്ട്. അതിലൊന്നും പെട്ടിട്ട് ആഖിറത്തിൽ ചെന്ന് കൈകടിക്കണ്ട മുസ്ലിമേ. മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം, ചൊല്ലണം അല്ലാഹു ഹാദിരീൻ, അല്ലാഹു നാദിരീൻ, അല്ലാഹു ഷാഹിദീൻ, അല്ലാഹു മഈൻ, അല്ലാഹു ഹാദിരീൻ, അല്ലാഹു നാദിരീൻ, അല്ലാഹു ഷാഹിദീൻ, അല്ലാഹു മഈൻ, അല്ലാഹു ഹാദിരീൻ, അല്ലാഹു നാദിരീൻ, അല്ലാഹു ഷാഹിദീൻ, അല്ലാഹു മഈൻ. അല്ലാഹ് എനിക്ക് ഹാജറുള്ളവനാണ്, അല്ലാഹു എനിക്ക് സാക്ഷിയാണ്, അല്ലാഹ് എന്നിലേക്ക് നോക്കുന്നവനാണ്, അല്ലാഹു എന്നെ കാണുന്നവനാണ്, എന്നെ വീക്ഷിക്കുന്നവനാണ്, അല്ലാഹ് എന്റെ കൂടെയാണ് എന്ന് പറഞ്ഞ മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഭൂമി തലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാമൃതം മൂടെ ആള് ഞാനെന്നോ
എന്നോവർ വേദം വീളമ്പീപ്പാൻ മടിച്ചാരെ വേദാംബരവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. വഅദ് പറഞ്ഞ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുമ്പോ വഅദ് പറയാൻ മടിയുണ്ടെന്ന് തോന്നിയപ്പോ അതേ മദീന ശരീഫിൽ നിന്ന് ബഗ്ദാദിൽ കിടക്കുന്ന ഗൗസുൽ ആദമിന്റെ വായിലേക്ക് തുപ്പിക്കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തവും ബറകത്തും വാങ്ങി വഅദ് പറഞ്ഞ മഹാൻ ഭൂമിയിലെ സുന്നത്ത് ജമാഅത്തിനെതിരെ മുഅ്തസിലത്തും ശിയത്തും റാഫിദത്തും ഖവാരിജും പല പുത്തൻ പ്രസ്ഥാനങ്ങളും സജീവമായി പ്രവർത്തിച്ചപ്പോ അവരുടെ കുടുക്കുകളിൽ കുടുങ്ങിപ്പോകുന്ന സദാ പാവപ്പെട്ട ജനങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കള്ള ശൈഖന്മാരായി വ്യാജ ശൈഖന്മാരായി സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്ന കുറെ ആളുകൾ അവരതാ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ആദരിക്കുന്ന പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തി അവരുടെ പ്രചരണം നടത്തുന്നത് കണ്ടപ്പോ മഹാനായ ഗൗസുൽ ആദം തങ്ങൾ അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ അവർക്കെതിരെ ഗർജിക്കുകയാണ്. എടോ നീ ദജ്ജാലാണ്, നീ മുനാഫിഖാണ്, നീ കപടനാണ്, നീ ജനങ്ങളെ ബഹുമാനത്തിന് വേണ്ടി നടക്കുന്നവനാണ്, നീ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നില്ല, ആലിമീങ്ങളെ സ്വീകരിക്കുന്നില്ല, നീ വലിയ ശൈഖാണെന്ന് പറഞ്ഞ് നിനക്കൊരു സ്ഥാനവുമില്ലാതെ നീ ദീൻ നശിപ്പിക്കുകയാണ്. നീ എന്നെ കൊള്ള സിഹറും കൊണ്ട് വരണ്ട, നിന്റെ സിഹറും നിന്റെ ശൈത്താനും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അതെന്റെ കാവലിനുണ്ട്, എനിക്ക് ബാപ്പന്റെ പൊരുത്തമുണ്ട്, എനിക്ക് ഉമ്മന്റെ പൊരുത്തമുണ്ട്, എനിക്ക് ഹബീബായ നബി തങ്ങളുടെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുന്ന ഇബാദത്തുണ്ട് എന്ന് പറഞ്ഞ് വ്യാജ ത്വരീഖത്തുകാർക്കെതിരെ പടപാടോക്കുകയാണ് ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി. അതുകൊണ്ട് തന്നെയാണ് മക്കളെ ഭൂമി തലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാംബരതമ്മോടെ ആളെ ഞാനെന്നോവർ ആ ഹബീബായ നബി തങ്ങളുടെ വക്താവായി ആ ഹബീബായ നബിയുടെ പ്രതിനിധിയായി ഞാൻ ഇൽമു പ്രചരിപ്പിക്കുകയാണ്, ജനങ്ങളെ തഖ്വയിലേക്ക് വിളിക്കുകയാണ്, ജനങ്ങളെ ഐക്യത്തിലേക്ക് വിളിക്കുകയാണ്. ആത്മീയതയുടെ പേരിൽ ചൂഷണത്തിനില്ല, ആത്മീയതയുടെ പേരിൽ സ്ഥാനമാനം ലഭിക്കണമെന്ന ചിന്തയില്ല, കാര്യലാഭം നേടണമെന്ന ചിന്തയില്ല. അങ്ങനെ ജീവിച്ചപ്പോൾ ഗൗസുൽ ആദമിന് വലിയ വലിയ സ്ഥാനം റബ്ബങ്ങ് കൊടുക്കുകയാണ്. ആ ഗൗസുൽ ആദമിന്റെ ബർക്കത്തോട് ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. കിബറില്ലാത്ത, അസൂയയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, വിദ്വേഷമില്ലാത്ത വിനയത്തിന്റെ മനസ്സ് തരണേ അല്ലാഹ്. ഞങ്ങളെ ദുആകൾക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ വാക്കുകൾ പ്രവർത്തികൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മഞ്ഞനാടി ഉറൂസിന്റെ സദസ്സിൽ പലപ്പോഴും ഈ പാവപ്പെട്ട ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മഞ്ഞനാടി ഉസ്താദടക്കം, താജുൽ ഉലമയടക്കം, നൂറുൽ ഉലമയടക്കം, വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങൾ, സയ്യിദന്മാർ, പടച്ച റബ്ബേ, ഞങ്ങളെ സദസ്സുകളിൽ ഇരുന്ന് വഅദ് കേട്ട എത്രയെത്ര മുഅ്മിനീങ്ങളാണ്, ഉമറാക്കളാണ്, എത്രയെത്ര മുതഅല്ലിമീങ്ങളാണ്, ആലിമീങ്ങളാണ്, എത്രയെത്ര മുസ്ലിമീങ്ങൾ
മുഅ്മിനീങ്ങളാണ്. മഞ്ഞനാടിയിലുമല്ലാത്ത മഖബറുകളിലും കിടക്കുന്നു. അവരുടെ ഖബറുകളിൽ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ, സന്തോഷം വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഇപ്പോൾ ഞങ്ങളെ മഹല്ലത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളെ മൈസൂർ ബാവഹാജി അടക്കം കമ്മിറ്റിയിലുള്ള മുഴുവൻ ആളുകൾക്കും അതുപോലെ അവരോട് സഹകരിക്കുന്ന നാട്ടുകാർക്കും റബ്ബേ, ഇവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്കും മുഅല്ലിമീങ്ങൾക്കും മുദരിസുമാർക്കും മറ്റു ദീനീ ഖിദ്മത്തുകൾ ചെയ്യുന്നവർക്കും ഈ മഞ്ഞനാടിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള യതീംഖാനക്ക് അധ്വാനിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും ഈ നാട്ടിന്റെ പേര് ലോകമെമ്പാടും എത്താൻ കാരണമായ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ അതിനെല്ലാം സഹായിക്കുന്നവർക്കും നീ ഖൈറും ബറക്കത്തും തൗഫീഖും ആഫിയത്തും ഏറ്റിത്തരണേ റഹ്മാനെ. ഈ നാട്ടിൽ നീ ബറക്കത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ, ഐശ്വര്യം വർദ്ധിപ്പിക്കണേ റഹ്മാനെ, സർവ മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസുകൾ നീ ദുആ കിതാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാനടക്കം എന്തായിരുന്നു ഇവരുടെ പേര്? സയ്യിദ് ഇസ്മായിൽ തങ്ങൾ ഇല്ലേ? ആ മഹാനായ സയ്യിദ് അവர்களടക്കം, ബഹുമാനപ്പെട്ട താജുൽ ഉലമയടക്കം, നൂറുൽ ഉലമയടക്കം, നമ്മളെല്ലാ മഹാന്മാരുടെ പേരിലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരിലൊക്കെ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ്, കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ സമ്മേളനം നടന്നു. കർണാടകയിലെ കഴിയുന്ന ആളുകളൊക്കെ വന്നു. വരാൻ കഴിയാത്ത പലരുണ്ട്, അവർ പിന്നീട് വരണം. ബാബഹാജി അല്ലേ, സമ്മേളനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല, വരണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ എല്ലാവരും വരണം, കഴിയാത്തവരൊക്കെ പിന്നീട് വരണം. അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഒരു ദിവസം വരാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇവിടെ ഉറൂസിന്റെ തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും പിന്നീട് വരണം, വിളിച്ചിട്ട് വരണം. ഞാനുള്ള സമയത്ത് നോക്കി വരണം, എപ്പോഴെങ്കിലും വന്നാൽ ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് വിളിച്ചിട്ട് വരണം, എല്ലാവരും വരണം. സിറാജുൽ ഹുദ അവിടെ ഒരു വലിയ സയ്യിദിന്റെ ജാറുണ്ടായിരുന്നു. ആ ജാറം പുത്തനാശയക്കാർ അടിച്ച് പൊട്ടിച്ച് തകർത്തതാണ്. ഔലിയാനെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ജാറം പൊട്ടിച്ചതാണ്. പൊട്ടിച്ച രണ്ടാളും മരിക്കുന്നവരെ മര്യാദയ്ക്ക് നടന്നിട്ടില്ല. അത് വേറെ വിഷയം. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർണാടകയിലുള്ള മുഅ്മിനീങ്ങളോട് പറഞ്ഞു, സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന്റെ ഭാഗമായി ജനുവരി 27 വെള്ളിയാഴ്ച എല്ലാ ഖബർസ്ഥാനിയും സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ ഒക്കെ സിയാറത്ത് നടന്നില്ലേ? 350ഓളം ഖബർസ്ഥാനി കർണാടകയിൽ സിയാറത്ത് ചെയ്തു എന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി. അൽഹംദുലില്ലാഹ്. ആ ഖബറിലൊക്കെ കിടക്കുന്ന മുഅ്മിനീങ്ങളെ ഒരു പൊരുത്തം, ആ ഖബറുകളിൽ കിടക്കുന്ന മുസ്ലിമീങ്ങളുടെ ഒരു പൊരുത്തം നമ്മുടെ സ്ഥാപനത്തിന് കിട്ടൽ എന്റെ ലക്ഷ്യമായിരുന്നു. അതിന്റെ ജാറം പൊളിച്ചത് സിയാറത്തില്ലാതെയാക്കാനാണ്. ജാറുണ്ടാക്കുന്നത് സിയാറത്ത് സജീവമാക്കാനാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അത് ഇമാം ജമാലുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു നിഹായിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ജാറം പൊളിച്ചു കളിച്ച് സിയാറത്ത് ഇല്ലാതെയാക്കാനാണ്. അതുകൊണ്ട് കേരളൊട്ടാകെ, കർണാടക ഒട്ടാകെ സിയാറത്ത് നടത്താനാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് നമ്മൾ സിയാറത്തിന് ആഹ്വാനം ചെയ്തത്. അൽഹംദുലില്ലാഹ്. എല്ലാ സ്ഥലത്തും ഖബറിൽ കിടക്കുന്നവർക്ക് ഫാത്തിഹയും സൂറത്തും യാസീനൊക്കെ ഓതിയിട്ടുള്ള ദുആ കിട്ടി. അതിൽ വലിയ സന്തോഷമായി പോയി. അതിന്റെ ബർക്കത്ത് നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ സംഘടനക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലും അല്ലാഹു നൽകട്ടെ. അവിടെ ഒക്കെ കിടക്കുന്ന മുഅ്മിനീങ്ങൾ സാലിഹീങ്ങളെ കൂടെ അല്ലാഹു തആല നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ.